അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്ക് സ്വസ്തി. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്ക് സ്വസ്തി. ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹത്തിൻ പൂവുകൾ വിമലമാം ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കാം. ഹൃദയത്തിൽ വിരിയുന്ന സ്നേഹത്തിൻ പൂവുകൾ വിമലമാം ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കാം. അപേക്ഷിച്ചാലൊരു നാളും ഉപേക്ഷിക്കാത്തമ്മ നീ പരിശുദ്ധ മറിയമേ നിനക്ക് സ്വസ്തി. വിശുദ്ധ ജെറോമിന്റെ വാക്കുകൾ. നിന്റെ ഹൃദയാപേക്ഷ നീ പരിശുദ്ധ മറിയത്തിൽ ചേർത്ത് വയ്ക്കുക, അത് ഫലമണിയും. സ്നേഹ സഹോദരങ്ങളെ, ഈ കാർമൽ ഗീതം നമ്മുടെ ഹൃദയങ്ങളിൽ നാദതാളശ്രുതിലേയ ഭാവങ്ങളാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധ അമ്മ അപേക്ഷിച്ചാൽ ഒരു കുഞ്ഞിനെ പോലും കൈവിടാത്ത അമ്മ, എൻ്റെ ഹൃദയത്തിൻ്റെ ചെറുതോ വലുതോ ആയ നിത്യജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു സ്നേഹപ്പൂവായി അർപ്പിക്കുമ്പോൾ അത് സൗരഭ്യം പരത്തുന്ന, നറുഗന്ധം വിരാജിക്കുന്ന, നന്മ നിറഞ്ഞ അനുഭവമായി മാറുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ കാർമൽ ഗീതങ്ങളിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ പ്രതിഷ്ഠിക്കുന്നു. അമ്മ നയിക്കണമേ, അമ്മ കരം പിടിക്കണമേ, അമ്മ ചേർത്ത് പിടിച്ച് യേശുവിലേക്ക് നയിക്കണമേ. പ്രാർത്ഥനാപൂർവം നമുക്ക് അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടാം. ആശ്രിതർക്കാശ്രയമേ മരിയേ ആമല മനോജ്ഞേ, ആശ്രിതർക്കാശ്രയമേ കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ. കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.
മരിയേ അമല മനോജ്ഞേ ആശ്രിതർക്കാശ്രയമേ കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്കു തുണയാ ആവേ മരിയ 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 ആവേ മരിയ. ബാബു തുറവൂർ എന്ന ഗായകൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. അത് കേട്ടപ്പോൾ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. അമ്മ ആരാണെന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ അതിനുള്ളിലുണ്ട്. ആദിമാതാവിൻ്റെ പാപപ്പിഴയാൽ ആത്മാവിൽ മുറിവേറ്റ മക്കൾ, നസ്രത്തിലെ ആ സമ്മതമൊഴിയാൽ നഷ്ടപ്പെട്ടു പോയ സ്വർഗം വീണ്ടെടുക്കുവാൻ അമ്മ തുണയായി നിന്ന അനുഭവമാണ് കുറിച്ച് വെച്ചിരിക്കുക. എന്താണ് മാതാവിനോടുള്ള, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കയ്യിലെ ജപമാലയൊക്കെ പിടിച്ച് ബൗസ് പാടിയപ്പോൾ കയ്യിൽ ജപമാല മുറുകെ പിടിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. അതൊരു വിശ്വാസത്തിൻ്റെ ബലം തന്നെയാണ്. സാധാരണ സിംഗേഴ്സൊന്നും അങ്ങനെയൊന്നും ഫീമെയിൽസൊക്കെ ചെയ്യുന്നത് കണ്ടു, പക്ഷേ ഒരു മെയില് അങ്ങനെ പിടിച്ച് പാടുമ്പോൾ അതിലൊരു ഒരു സാക്ഷ്യം കൂടിയുണ്ട്. എന്താണ് അമ്മയോട് ഇത്രമാത്രം ഒരു ഹൃദയ ബന്ധം? ഞാൻ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കടന്നു വരുന്നത് ഒരു ജീസസ് യൂത്ത് കാലഘട്ടത്തിലാണ്. ഏകദേശം എത്ര വർഷം മുമ്പ്? ഇപ്പോൾ എനിക്ക് 50 വയസ്സുണ്ട്. അപ്പോൾ ഒരു 15 വയസ്സ് മുതലാണ് ഞാൻ ജീസസ് യൂത്തിൻ്റെ കൂടെ കൂടുകയും അവരുടെ കൂട്ടായ്മ ചേട്ടന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും കൈകളിൽ ഒരു കൊന്തയുണ്ടാകണമെന്നും ഒരു ആഗ്രഹവും എല്ലാവരും പറഞ്ഞു. അന്ന് തുടങ്ങി ഇന്നേ വരെ എൻ്റെ ശരീരത്തിൽ നിന്നും കൊന്തയാൻ ഊരിയിട്ടില്ല. പിന്നെ മുറുകെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഭയം തോന്നുമ്പോൾ തീർച്ചയായും അമ്മയോട് ചേർന്ന് പിടിക്കും. കൊച്ചുകുട്ടികൾ അതേപോലെ ഞാൻ പണ്ടേ തുടങ്ങി ശീലിച്ച ഒന്നാണിത്. ഒന്ന് മുറുകെ പിടിക്കും. പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഹൈ പിച്ചിലേക്ക് വരുമ്പോൾ ഒരു പിടുത്തം. ഈ പാട്ടിന്റെ മേഖലയൊക്കെ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഈ പാട്ട് ശുശ്രൂഷ തലത്തിലുണ്ടായിരുന്നു? എങ്ങനെയാ? ഞാൻ ആദ്യമായിട്ട് പോകുന്നത് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി പാടാനാണ്. ഫാദർ മൈക്കിൾ പനഞ്ചിക്കലിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ പാടിയത്. അതിനുശേഷം വിൻസെഷൻ കോൺഗ്രിഗേഷനിലെ ധ്യാന കേന്ദ്രങ്ങളിലും പോപ്പുലർ മിഷൻ കേരളത്തിൽ മൊത്തത്തിൽ അവരുടെ ധ്യാനത്തെ സഹായിക്കാനായിട്ട് പോയിരുന്നു. തമ്പുരാന് വേണ്ടി ഈ ശബ്ദവും കൊടുത്തു, ജീവിതം കൊടുത്തു. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എവിടെയെങ്കിലും ആ തമ്പുരാൻ്റെ പരിപാലനയുടെ കലം അകന്നുപോയാൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടില്ല. എന്തായാലും ഇതിൽ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ കുടമായിട്ട് മാറാൻ നമ്മൾ തമ്പുരാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല. ഇല്ല. അഥവാ അങ്ങനെ എങ്ങാനും ആയാൽ ഉടനെ ഓടി അമ്മ അടുത്തെത്തിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും വന്നെത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. പ്രിയമുള്ളവരെ, ഒരു കാര്യം വ്യക്തമാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ബാബു എന്ന ഗായകൻ പറയുക, വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ അവിടെ നിന്നുള്ള ആ മുന്നേറ്റത്തിൽ പരിപാലന വലങ്കയുമായി കർത്താവ് കൂടെ നടന്ന ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി ഉണർവോടെ നീങ്ങുമ്പോൾ അവൻ്റെ ആ നല്ല അനുഗ്രഹത്തിൻ്റെ വലങ്കൈ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഓർമ്മിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയുടെ അനുഭവങ്ങൾ ഒന്ന് എന്തെങ്കിലും പങ്കുവയ്ക്കും? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് 3 മക്കളാണുള്ളത്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ മകൻ, അതായത് ഗർഭിണിയാണെന്ന് ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം മുതൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ കൂടി അറിയാവുന്ന പ്രാർത്ഥന എപ്പോഴും കൊന്തയിലുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജപമാല എടുത്ത് ഉദരത്തിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. ഭാര്യയുടെ ഉദരത്തിൽ കൈ വിളിച്ച് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും. ഈ കുട്ടി ആണായാലും പെണ്ണായാലും തമ്പുരാന് വേണ്ടിയുള്ളതാ. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ കൊച്ചുമുറിയിലിരുന്ന്
കുട്ടി ജനിക്കേണ്ട സമയമായി ഒരു പ്രതിസന്ധി വന്നു. കാരണം വെയിറ്റ് കൂടുതലാണ്, പ്രതിസന്ധികൾ വന്നു. എന്നാൽ നമുക്ക് ആകെ കൂടി അറിയാവുന്നത് ഇതാണ്, ജപമാലയാണ്. എൻ്റെ ഡയറക്ടർ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ നേഴ്സ് സിസ്റ്റർ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഓപ്പറേഷൻ്റെ ആവശ്യം വരില്ല, തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയും കൂടാതെ കുഞ്ഞ് ജനിക്കും. അങ്ങനെ കുഞ്ഞ് ജനിച്ചു, അവൻ വളർന്നു വന്നു. എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ സാധാരണ ജപമാല വീട്ടിൽ ചെല്ലുന്നത് പോലെ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു, എനിക്ക് സെമിനാരിയിൽ പോകാനായിട്ട് ആഗ്രഹം. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഒരു +2 കഴിഞ്ഞിട്ട് പോയാൽ മതി, കാരണം ഇരുത്തം അല്പം കൂടി ആവട്ടെ. അല്ല പപ്പേ ഞാൻ പോവാണ്, അല്ലെ അമ്മച്ചി ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ സെമിനാരിയിൽ ചേർന്നു. കഴിഞ്ഞ 16-ാം തീയതി മകൻ്റെ ആദ്യത്തെ ഉടുപ്പിടൽ ഫസ്റ്റ് പ്രൊഫഷനായിരുന്നു. അതേ ദിവസം തന്നെയാണ് സന്തോഷകരമായ മറ്റൊരു കാര്യം ബേബിച്ചായനോട് വിളിച്ചു പറയുന്നത്, ഇനി കാർമൽ ഗീതങ്ങളിലേക്ക് പാടാനായിട്ട് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ കൃത്യം ആ ദിവസം തന്നെയാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ഹൃദയ ഭാഷ അദ്ദേഹം തുറന്നു വയ്ക്കുകയാണ്. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ജപമാലയെടുത്ത് കരങ്ങൾ പിടിച്ച് ആ വയറിനോട് ചേർത്ത് വെച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞ് ദൈവത്തിനുള്ളതായി സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം അത് വളർന്നു. അവൻ്റെ ബാലകൗമാര യൗവനവേദിയിലേക്ക് നീങ്ങുമ്പോൾ അവനെന്താ പറയുക, പപ്പേ എനിക്ക് സെമിനാരിയിൽ പോകണം. വൈദികരുടെ രാജ്ഞിയാണ് പരിശുദ്ധ മറിയം. തൻ്റെ പുത്രൻ, നിത്യപുരോഹിതനായ പുത്രൻ, ആ പൗരോഹിത്യത്തിലേക്ക് പങ്കുചേർക്കുവാൻ പരിശുദ്ധ അമ്മയല്ലാതെ ആരാ ഒരു കുഞ്ഞിനെ ഒരുക്കുന്നത്? നമ്മുടെ ഒക്കെ മക്കളെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, അത് ഏതു ജീവിതാന്തസ്സായാലും, അത് വിവാഹവേദിയായിക്കൊള്ളട്ടെ, മറ്റ് സന്യസ്ത വൈദിക വൃത്തിയായിക്കൊള്ളട്ടെ, അവിടേക്കെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ വിശുദ്ധിയാൽ, നന്മയാൽ, കൃപയുടെ നിറവാൽ, അനുസരണത്താൽ ആ മക്കളെ വളർത്തുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ലേ ഈ അനുഭവം? തീർച്ചയായും പ്രിയപ്പെട്ട ബാബുസേ, അതിന് ആ കുഞ്ഞുമവന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രേക്ഷകർ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞ് വളരട്ടെ, ഒരു വൈദികനായി വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഇടവകയ്ക്കും രൂപതയ്ക്കും ദേശത്തിനും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറി ഒരു വിശുദ്ധനായി മാറുവാൻ ഇതാ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. നമുക്ക് തുടർന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വീണ്ടും സ്നേഹാർപ്പണം നൽകാം. അടുത്ത ഗാനത്തിലേക്ക് ഞങ്ങളിതാ ക്ഷണിക്കുന്നു. നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ, കൃപ നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ,
വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതൻ്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു താതൻ്റെ ഇഷ്ടമുള്ള പുത്രിയായി തീരുവാൻ. നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാങ്ങി പുത്രനേശുവിൻ അമ്മയായി നീ. നിത്യജീവനേകിടും സത്യവചനം ഏറ്റുവാങ്ങി പുത്രനേശുവിൻ അമ്മയായി നീ. കൃപ നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ. പാപാന്തകാരവീതി തേടിടുന്ന മക്കൾക്ക് മോക്ഷവാതിലായി ഉദയതാരമാ. പാപാന്തകാരവീതി തേടിടുന്ന മക്കൾക്ക് മോക്ഷവാതിലായി ഉദയതാരമാ. സ്നേഹപ്രകാശമേകി നീ നയിച്ചു പാരിതിൽ ദൈവചിത്തമേറ്റെടുത്തു ധന്യയാ. സ്നേഹപ്രകാശമേകി നീ നയിച്ചു പാരിതിൽ ദൈവചിത്തമേറ്റെടുത്തു ധന്യയാ. കൃപ നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ. അനുദിനം ഞങ്ങളൊന്നു ചേർന്നിതാ വിമല ഹൃദയ സന്നിധേ വരുന്നിതാ. കൃപ നിറഞ്ഞ മറിയമേ, അമല നന്മരൂപിണി, കന്യകാംബികേ, നിർമ്മലാംബികേ. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു, അനുദിനം മറിയത്തിൻ്റെ പടിവാതിൽക്കലെത്തുവാൻ നീ മറക്കരുത്.
ആ അമ്മ വാതിൽ തുറന്നാൽ നീ യഥാർത്ഥ രക്ഷ അനുഭവം സ്വായത്തമാക്കും. അതെ, അനുദിനവും പരിശുദ്ധ മറിയത്തിൽ അഭയം പ്രാപിക്കുക. നമ്മുടെ അഭയമാണ് മറിയത്തിൻ്റെ വിമല ഹൃദയം. അഭയ കേന്ദ്രമാണ് ആ വിമല ഹൃദയ ഇടം. ആ വിമല ഹൃദയത്തിനുള്ളിൽ സർവകൃപയും നിറഞ്ഞിരിക്കുന്നു. അവൾ കൃപ നിറഞ്ഞ മറിയമായി മാറുന്നു. ദൈവകൃപ നിറഞ്ഞവളെ. ആ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവകൃപ സ്വായത്തമാക്കും നാം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു ഈ മുള്ള് ഒന്ന് മാറി നീങ്ങുവാൻ. എല്ലാ ജീവിതങ്ങളിലുമുണ്ട് ഓരോരോ മുള്ളുകൾ. അത് മറ്റാർക്കും അറിയില്ല. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് നീങ്ങിപ്പോകുവാൻ, ഒന്ന് മാറിപ്പോകുവാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. അവിടെ ദൈവം പറയുന്നത് എന്താ? ഈശോ പറഞ്ഞതെന്താ? നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. അതെ, ആ കൃപ നിറയുവാൻ, കൃപ നിറഞ്ഞ ഈ അമ്മയുടെ സ്നേഹവാത്സല്യ മാധ്യസ്ഥ്യം നല്ല തണലല്ലേ നമുക്ക്? അത് സ്നേഹത്തണലല്ലേ? അമ്മയെ മുറുകെ പിടിക്കാം, കൃപ നിറഞ്ഞവരായി മുന്നേറാം. അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, കൃപ നിറഞ്ഞ വരപ്രസാദപൂർണേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ, ഒരിക്കലും അമ്മയിൽ നകന്നു പോകാതെ അതുവഴി ഈശോയിലേക്ക് ചേരുവാൻ ഇടയാകത്തക്കവണ്ണം, അതെ, അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഒഴിഞ്ഞ കുടങ്ങളായി ഞങ്ങൾ മാറുമ്പോൾ ഓടി അടുത്ത് അമ്മ വരണം. കാനായിലെ മധ്യസ്ഥം പോലെ തിരുപുത്രനോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വറ്റിപ്പോയ സ്നേഹത്തിൻ്റെ വീഞ്ഞ്, സമാധാനത്തിൻ്റെ വീഞ്ഞ്, സ്വസ്ഥതയുടെ വീഞ്ഞ് നിറച്ച് സമൃദ്ധി നൽകി അമ്മ കൂടെ നിൽക്കണമേ. ആമേൻ.